ഒരു ദിവസം ഹൗസിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും ആസ് എ ഡയറക്ടർ എനിക്കറിയാം ഇന്നത് പോവും. അതുകൊണ്ട് ഇവർക്ക് എന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ല, കാര്യം ഇതിനകത്തെല്ലാം ഞാനുണ്ട്. അല്ലേ പിന്നെ ഇങ്ങനെ ഉറക്കം തൂങ്ങി നടക്കും. അതിലും ഈ പോർട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് ഇവർക്ക് അത് ഇവരുടെ പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഫസ്റ്റ് വീക്കിൽ ഇവർ നമ്മളെ ജഡ്ജ് ചെയ്യും. ഇൻ്റർവ്യൂ ഒന്നും ചെയ്താൽ നമ്മളെയൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് കൊള്ളാം ഇവരെ കയറ്റിവിടാം എന്ന് ചെയ്യും. ആദ്യത്തെ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെയും സ്വഭാവം ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ കഥ രചിക്കാൻ തുടങ്ങും. അവിടാണ് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ സ്ക്രീൻ പ്ലേ പ്ലാൻ ചെയ്യുന്നത്. ഇന്നൊരാളുടെ സ്വഭാവം ഇന്നതാണ്, ഇന്ന കാര്യങ്ങൾക്ക് അയാൾ പ്രൊവോക്ഡ് ആവും എന്നിവർക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആരെയൊക്കെ ഏതൊക്കെ രീതി പോർട്രേറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കും. പിന്നെ ഗെയിം കൊടുക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ആ രീതിയിലായിരിക്കും. അതിനുവേണ്ടി ഇപ്പോൾ 2 പേർ തമ്മിൽ വഴക്കുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണം അവർ ഇട്ട് കൊടുക്കും. അതിപ്പോൾ വീഴാതിരിക്കുക എന്നുള്ളതാണ്. വീഴാതിരിക്കുക, നമുക്ക് ചൂണ്ട അവിടെ ഇടും, പരമാവധി ചെയ്യാനുള്ളത് മൊത്തം ചെയ്തു തരും. പക്ഷേ നമ്മളതിപ്പോൾ വീഴരുത്. ഞാൻ പറയാം, എനിക്കിതെല്ലാം വളരെ വെൽ പ്ലാൻഡാണ്. ഞാൻ അക്കാര്യത്തിലൊക്കെ ഞാൻ ബിഗ് ബോസ് ഒന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് സാധനം ആദ്യത്തെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴേ പരിപാടി പിടി കിട്ടി. പിന്നെ അവിടെ നടക്കുന്ന എല്ലാം ഞാൻ തീരുമാനിക്കും ഇതെന്തായിരിക്കുമെന്ന്. ഞാൻ എൻ്റെ കാര്യത്തിലല്ല, അതുപോലെ തന്നെ മറ്റുള്ളവർ എങ്ങനെ ചലിക്കണമെന്ന് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ചുമ്മാ ഒരു സാധനം എടുത്തിട്ട് കൊടുത്തിട്ട് പോരുന്നാൽ മതി, അവിടെ പിന്നെ അതൊക്കെ നടന്നോളും. നമ്മൾ ആ പരിസരത്തേ വേണ്ട, അവിടെ ഓടിക്കോളും.